എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിസ് സെബാസ്റ്റ്യൻ. ആരാണ് എന്ന് ചോദിച്ചാൽ ആരുമല്ല എന്നതാണ് എൻ്റെ ഉത്തരം. 90കളിൽ ജനിച്ച് ബഷീറും എം ടിയും കമലദാസും എഴുതിയ പുസ്തകങ്ങൾ വായിച്ച് പ്രണയവും രാജ്യസ്നേഹവും പ്രകൃതി സ്നേഹവും ഒക്കെ കലർന്ന് മൂർച്ഛിച്ച് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി മരിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് വിഷണ്ണയായി നടന്നിരുന്ന 20കളും പിന്നീട് കാട് കയറി വിവിധ ജീവജാലങ്ങളെക്കുറിച്ച് പഠിച്ചും കണ്ടും അറിഞ്ഞും അവയോട് ചേർന്ന് അധിവസിക്കുന്ന വിവിധ തരത്തിലുള്ള മനുഷ്യരുടെ അതിസങ്കീർണമായുള്ള ജീവിതത്തെ നേരിട്ട് കണ്ടറിഞ്ഞും അതിനോടൊപ്പം പ്രണയത്തിൻ്റെ വലിയ കൊടുമുടികൾ താണ്ടിയും കീഴടക്കിയും രാജ്യം ചുറ്റിക്കറങ്ങി കണ്ടും ചിലവഴിച്ച 30കളും ഒക്കെ താണ്ടി ഇന്ന് ഭൗതികമായ അളവുകളിൽ സ്വന്തമായി യാതൊന്നും നേടാൻ കഴിയാതെ 40നോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇടയ്ക്കിടെ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്ന ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആശയങ്ങളുമുണ്ട്. ഈ ആശയങ്ങളിൽ ഭൂരിഭാഗവും ഞാനെന്ന വ്യക്തിക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഞാൻ എൻ്റേതെന്ന് വളരെ സ്നേഹത്തോടു കൂടി മനസ്സിലേക്ക് ചേർത്ത് വയ്ക്കുന്ന കരുതുന്ന എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ട നാടിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന പല സമയങ്ങളിലേക്ക് കടന്നു പോകുന്ന ആശയങ്ങൾ ഒരുപക്ഷെ ഞാൻ പങ്കുവയ്ക്കണം. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് കേരളത്തിന് വേണ്ടിയുള്ള എൻ്റെ പകൽക്കിനാവുകൾ എന്ന ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ആശയങ്ങൾ ഒരു മേഖലയെ ചുറ്റിപ്പറ്റി മാത്രമുള്ളതായിരിക്കില്ല. പല മേഖലകളെ കണക്ട് ചെയ്തുള്ളതോ പല മേഖലകളിലൂടെ സഞ്ചരിക്കുന്നതോ ഒക്കെ ആവാം. ചില ആശയങ്ങൾ പ്രായോഗികമായതാവാം, ചില ആശയങ്ങൾ പ്രസക്തി നഷ്ടപ്പെട്ടതോ അപ്രായോഗികമോ ബാലിശമോ കഴമ്പില്ലാത്തതോ ഒക്കെ ആവാം. അങ്ങനെയുള്ള ആശയങ്ങളെ ക്ഷമയോടെ കേൾക്കുക. ഈ ആഗ്രഹങ്ങളെ, ആശയങ്ങളെ ഇവിടെ പങ്കുവെക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഞാനെന്ന വ്യക്തി തനിച്ച് വിചാരിച്ചാൽ ഒരുപക്ഷെ നടപ്പിലാക്കാൻ സാധ്യതയില്ലാത്തതായ ആശയങ്ങളാണ് പലതും എന്നതുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളെന്ന വ്യക്തിക്കോ നിങ്ങളുടെ സ്ഥാപനത്തിനോ നിങ്ങളുടെ തദ്ദേശ സ്വയം ഭരണകൂടത്തിനോ നിങ്ങളെന്ന വ്യവസായിക്കോ ഒക്കെ പ്രചോദനം നൽകുവാനോ ഭാവന നൽകുവാനോ ക്രിയേറ്റീവായി ചിന്തിക്കുവാനോ പ്രേരിപ്പിക്കുന്നതാവാൻ സാധ്യതയുള്ള ചില ആശയങ്ങൾ ഇതിൽ കണ്ടേക്കാം. അതേസമയം തള്ളിക്കളയാൻ തോന്നുന്നതായിട്ടുള്ള ചില ആശയങ്ങളും ഇതിലുണ്ടായേക്കാം. കാരണം പലതും എൻ്റെ സ്വപ്നങ്ങളിലോ എൻ്റെ യാത്രകൾക്കിടയിലോ ആകസ്മികമായി വന്നുപോയിട്ടുള്ള ആശയങ്ങളാണ്. ചിലതിൻ്റെ പ്രസക്തി ഉണ്ടാകണം നിർബന്ധമില്ല. എന്തുതന്നെ ആയാലും ഞാൻ ഇങ്ങനെയൊരു സെഗ്മെൻറ്റ് ആരംഭിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മറ്റുള്ളവരുടെ ഭാവനകൾക്ക്, മറ്റുള്ളവരുടെ ആശയങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകരിക്കാൻ കഴിയുമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട നാടിന്, എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തിന് അത് ഉപകരിക്കാൻ കഴിയുമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന് സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാരണം, എന്തെങ്കിലും കാരണവശാൽ ഞാൻ നാളെ ഇല്ലാതെ ആവുകയാണെങ്കിൽ എൻ്റെ ആശയങ്ങളും എന്നോടൊപ്പം മണ്ണിലടിയിലായി പോവും. ഒരുപക്ഷെ ആർക്കെങ്കിലും, വ്യക്തികൾക്കോ സമൂഹത്തിനോ ഉപകരിച്ചേക്കാവുന്ന ആശയങ്ങളാണ് അതെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവ റെക്കോർഡ് ചെയ്യപ്പെടുകയോ നിലനിൽക്കുകയോ ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹം കൂടി ഇതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റ് കേരളത്തിന് വേണ്ടിയുള്ള എൻ്റെ പകൽക്കിനാവുകൾ, ഒരുപാട് ആഗ്രഹങ്ങളുള്ള, ഒരുപാട് പ്രണയമുള്ള, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, ഒരുപാട് കാഴ്ചകൾ കണ്ട, ഒരുപാട് ജീവിതങ്ങൾ ചേർത്ത് പിടിച്ച ഒരു സ്ത്രീയുടെ ചില ആഗ്രഹങ്ങൾ, അവളുടെ നാടിന് വേണ്ടിയുള്ള, അവളുടെ മണ്ണിന് വേണ്ടിയുള്ള ചില ആഗ്രഹങ്ങൾ മാത്രമാണിത്. കേൾക്കുക,
ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പ്രചോദനമാകുന്നുവെങ്കിൽ അവ സ്വീകരിക്കുക. അല്ലാത്ത പക്ഷം തള്ളിക്കളയുക. നിങ്ങളുടെ ആശയങ്ങളെയും ജ്വലിപ്പിക്കാൻ, ഒരുപക്ഷെ നിങ്ങളുടെ ആശയങ്ങൾക്കും ജീവൻ കൊടുക്കാൻ എങ്കിലും പ്രചോദനമാകുവാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് എൻ്റെ വലിയ നേട്ടവും. അപ്പോൾ കേരളത്തിന് വേണ്ടിയുള്ള എൻ്റെ പകൽക്കിനാവുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. താങ്ക് യു.